നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ വീണ്ടും അറുമാദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മന്ത്രിസഭയുടെ 9ാം വാർഷികാഘോഷം. ഇനി ഒരു വർഷം കൂടി മാത്രമേ കേരളം പിണറായിയെ ചുമക്കേണ്ടി വരികയുള്ളൂ എന്നൊക്കെ പലരും ആശ്വസിക്കുന്നുണ്ടാകും. ആ ആശ്വാസമൊക്കെ അങ്ങ് മാറ്റിവെച്ചിരുന്നാൽ മതി. കാരണം ഇവിടുത്തെ വകയ്ക്ക് കൊള്ളാത്ത പ്രതിപക്ഷമായ കോൺഗ്രസ്സുകാർ വീണ്ടും പിണറായി വിജയനെ അധികാരത്തിൽ ഏറ്റും. ഹാട്രിക് തികയ്ക്കുമെന്നുള്ളതാണ്. പിണറായി വിജയൻ തന്ത്രശാലിയാണ്. കോൺഗ്രസ്സിലുള്ളവരെ കൊണ്ട് എന്തിനു കൊള്ളാം? തമ്മിൽ തല്ലും പോരിനും മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും കോൺഗ്രസ് കേരളത്തിൽ നശിച്ച് നാറാണക്കല്ല് വയ്ക്കണം. ആ തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. പിണറായി വിജയൻ വീണ്ടും അർമാദിക്കണം. ഒരു 5 വർഷം കൂടി വരണം. കേരളം കുട്ടിച്ചോറാക്കണം. മുടിച്ച് തേച്ച് കഴുകിയിട്ട് വേണം പോകാൻ. നാളെ മുതൽ കാസർഗോഡ് നിന്ന് ഈ 9ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. 100 കോടിയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 2016 മുതൽ നമ്മൾ കാണുകയാണ്. 2016 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞത്? ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന്. എന്ത് ജീവിതം? ഇവരുടെ ജീവിതമല്ലേ ഏറ്റവും വലുത്? കുറേ സഖാക്കന്മാർ തിന്ന് കൊഴുത്ത് വീർപ്പിച്ച് നടക്കുകയാണ്, ഇല്ല അമ്പലക്കാളകളെ പോലെ. അല്ലാതെ എന്തുണ്ടാക്കി? പാർട്ടി കുറേ ആസ്തി നേടുകയും ചെയ്തു. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടാക്കിയത്? പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു, ഇതുവരെയും ആക്കിയിട്ടില്ല. അത് 3 മാസത്തോളം കുടിശ്ശിക നിൽക്കുകയാണ്. അതുപോലെ തന്നെ സപ്ലൈകോയിലെ സാധനങ്ങളുടെ അഭാവം, നിരവധി പ്രശ്നങ്ങളാണ്. ചെയ്യുന്ന കാര്യം ഒന്ന് മാത്രമുണ്ട് കൃത്യമായി. 5 വർഷം കൂടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം മാത്രം നടത്തും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം നടത്തി കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും വരാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് വാരിക്കോരി കൊടുക്കും. 2016 അധികാരത്തിൽ വന്നു. 2021 അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് ശമ്പള കമ്മീഷൻ വന്ന് വാരിക്കോരി ശമ്പളം നൽകി. ഒരു കാര്യം ഓർക്കണം, ആ 2021 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോവിഡിന്റെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പാണ്. കോവിഡിന് ശേഷം വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ നിൽക്കുകയാണ്. കേരളം അങ്ങേയറ്റം എത്തി എന്നുള്ളതാണ്. എന്നിട്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റി വളർത്തുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരോ അത് മുഴുവൻ തിന്നുകുടിച്ച് അറുമാദിച്ചും കഴിയുന്നു. നമുക്കറിയാം, കോവിഡ് സമയത്ത് കോവിഡ് പോകരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരു വിഭാഗമാണ് ലോകത്തുള്ളത്. അത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം ഓഫീസിൽ പോകണ്ട, വീട്ടിലിരുന്നാൽ മതി, വണ്ടിക്ക് പെട്രോൾ പോലും അടിക്കണ്ട, ശമ്പളം കൃത്യമായിട്ട് വീട്ടിലും എത്തുന്നുണ്ട്, പോരെ. അങ്ങനെ അറുമാദിച്ച് കഴിഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വീണ്ടും ആ സമയത്ത് ശമ്പള കമ്മീഷൻ വെച്ച് വീണ്ടും വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. ഇത് ഓരോ തവണയും ഉള്ളതാണ്. ഇതിപ്പോൾ LDF മാത്രമല്ല, UDF കണക്ക് തന്നെയാണ്. പണ്ടേ സാമ്പത്തിക വിദഗ്ധർ പറയാറുണ്ട്, 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ ശമ്പള കമ്മീഷൻ പരിപാടി മതി. കേന്ദ്രം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെന്താണ്? കേരളത്തിലുള്ള ഏതാണ്ട് ഒരു 7 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഏത് കാലത്തും എല്ലാ സർക്കാരും ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം സുഭിക്ഷം ഒക്കെയായി തീരുകയാണ്. ചോദിച്ചാൽ പറയും, ഇത് മുഴുവൻ അങ്ങ് മാർക്കറ്റിൽ എത്തും, ഇവർക്കുണ്ടാകുന്ന ശമ്പള വർധനമൊക്കെ മാർക്കറ്റിലോട്ട് വിപണിയിൽ എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്താലേ അതായിരിക്കും വിപണിയിൽ എത്തുന്നത്. സാധാരണക്കാരന് 100 രൂപ കൂട്ടിക്കൊടുത്താൽ അത് വിപണിയിലെത്തും. 90 രൂപയും വിപണിയിലെത്തുമെന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവ് വരുത്തിയാലും അവനത് മറ്റു തരത്തിൽ സേവ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് വിപണിയിലെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം സംരക്ഷിക്കുകയും പോറ്റുകയും ചെയ്യുന്ന, ഇനിയിപ്പോൾ നോക്കിക്കോ, 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ അടുത്ത ശമ്പള കമ്മീഷനും വരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെമ്മാളിച്ച് നടക്കുകയും ചെയ്യും.
എന്നിട്ടാണ് കേരളം അപാരമായ കടക്കെണിയിലാണ് നിൽക്കുന്നത്. കേരളം കടം കയറി മുച്ചൂടും മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവള ഇട്ട് കിലുക്കാൻ മോഹം എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ കാര്യം. കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള ആർഭാടത്തിനും കുറവില്ല എന്നുള്ളതാണ്. ഈ മന്ത്രിസഭ വാർഷികാഘോഷം എന്തിനു വേണ്ടിയാണ്? 4 ഇടത്താണ് മുഖ്യമന്ത്രിയുടെ മേഖലാ യോഗങ്ങൾ പോലും വെച്ചിരിക്കുന്നത്. അതിന് തന്നെ വരും ഏറെ ഭാരിച്ച ചെലവെന്നുള്ളതാണ്. എന്നാൽ ഈ വാർഷികം ആഘോഷിക്കുമ്പോഴെങ്കിലും കേരളത്തിലെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർധനവ് വരുത്തി കൊടുക്കുക, അത് ചെയ്തിട്ടില്ല. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനമേ ഒരു കാര്യം ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടണ്ടേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർഷിക ആഘോഷിക്കുന്നത്? വാർഷിക ആഘോഷത്തിന് അവകാശമില്ല എന്ന് മാത്രമാണ് വി ഡി സതീശൻ്റെ ഒരു പത്രപ്രസ്താവനയുള്ളത്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരും കണക്കാണ്. നല്ല പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ 2021 പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്? നേരെ ഭരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ ഇറങ്ങിപ്പോകാവുന്ന അവസരങ്ങൾ പലതും വന്നിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ എറിയാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിലല്ലേ കമ്പ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. പ്രതിപക്ഷത്തിന് അങ്ങനൊരു സാധനമേ അറിവില്ല. സമരം ചെയ്യുക, പ്രതിഷേധിക്കുക, ഇതൊന്നും അവർക്കറിവില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടെന്താ, പിണറായിയുടെ ദൂർത്ത് തുടർന്നുകൊണ്ടേയിരിക്കും.